ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ബിഗ് ബാങ് വീക്കിൽ നടന്ന ലക്ഷ്യയുദ്ധം എന്ന ടാസ്കിൽ ഒടുവിൽ ട്വിസ്റ്റുമായി ബിഗ് ബോസ്. മുൻ സീസണുകളിൽ നിന്ന് ഒട്ടനധികം പ്രത്യേകതകളോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 പുരോഗമിക്കുന്നത്. മണി ബോക്സ് ടാസ്കും ഇക്കുറി പ്രത്യേകത ഉള്ളതായിരുന്നു. മത്സരാർത്ഥികളിൽ ഒരാൾക്ക് പണപ്പെട്ടിയെടുത്ത് ഷോ ക്വിറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്ന മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വാരത്തിന് ബിഗ് ബാങ് വീക്ക് എന്നാണ് ബിഗ് ബോസ് പേരിട്ടിരിക്കുന്നത്. അതിൽ നടക്കുന്ന പല ടാസ്കുകളിലായി എല്ലാ മത്സരാർത്ഥികൾക്കും പണം നേടാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എന്നാൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി നെവിനു മാത്രം മണി ടാസ്കുകളിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. ബിഗ് ബാങ് വീക്കിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ പ്രൈസ് മണിയുള്ള ടാസ്ക് ഇന്നലെ നടന്നു. ലക്ഷ്യയുദ്ധം എന്ന പേരായ ടാസ്കിലെ വിജയിക്ക് അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ 3.5 ലക്ഷം രൂപയാണ് ബിഗ് ബോസ് സമ്മാനമായി പ്രഖ്യാപിച്ചത്. ലീവിംഗ് ഏരിയയിൽ 7 പെഡസ്റ്റലുകളിലായി പങ്കെടുക്കുന്ന 7 മത്സരാർത്ഥികളുടെ ചിത്രങ്ങൾ പതിച്ച വലിയ ക്യൂബുകൾ വെച്ചിരുന്നു. അല്പം അകലെയായി ഒരു വേസ്റ്റ് ബിന്നും ബസറടിക്കുമ്പോൾ പുറത്താക്കാൻ ആഗ്രഹമുള്ള മത്സരാർത്ഥിയുടെ ചിത്രമുള്ള ക്യൂബ് വേസ്റ്റ് ബിന്നിൽ ഇടുകയാണ് വേണ്ടിയിരുന്നത്. 4 റൗണ്ടുകളിലായാണ് ബിഗ് ബോസ് മത്സരം നടത്തിയത്. ഇതിൽ ആദ്യ റൗണ്ടിൽ ഒരാളും 2ാം റൗണ്ടിൽ 2 പേരും 3-4 റൗണ്ടുകളിൽ ഓരോരുത്തർ വീതവും പുറത്താവുമെന്ന് ബിഗ് ബോസ് അറിയിച്ചിരുന്നു. മത്സരം ആരംഭിച്ചപ്പോൾ ഏറ്റവും ആദ്യം പുറത്തായത് അനീഷാണ്. സാബുമാനാണ് അനീഷിന്റെ ചിത്രമുള്ള ക്യൂബ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ആദ്യം നിക്ഷേപിച്ചത്. 2ാം റൗണ്ടിൽ അനുമോളെ ഷാനവാസും ഷാനവാസിനെ സാബുമാനും പുറത്താക്കി. 3ാം റൗണ്ടിൽ സാബുമാനെ നൂറയും 4ാം റൗണ്ടിൽ ആദിലയെ അക്ബറും പുറത്താക്കി. മത്സരത്തിൽ അവശേഷിച്ചത് നൂറയും അക്ബറും മാത്രമായിരുന്നു. എന്നാൽ മത്സരം പഴയപടി തുടരുന്നതിനു പകരം ബിഗ് ബോസ് അവിടെയും ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. മത്സരം തുടരുന്നതിനു പകരം എല്ലാവരും ചേർന്ന് അക്ബർ, നൂറ എന്നിവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് നടന്ന വോട്ടെടുപ്പിൽ അക്ബർ, നൂറ എന്നിവരൊഴികെ എല്ലാവർക്കും പങ്കെടുക്കാമായിരുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് നൂറയുടെ പേരാണ്. അങ്ങനെ നൂറ 3.5 ലക്ഷം ക്യാഷ് പ്രൈസ് സ്വന്തമാക്കി. ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങളിൽ ഒന്നാമതെത്തിയതോടെ ടോപ്പ് 5 ഉറപ്പിച്ച ഒരേയൊരു മത്സരാർത്ഥിയാണ് നൂറ.